കഴിഞ്ഞ ദിവസം എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുകയാണ് നന്ദഗോപൻ്റെയും സംഘത്തെയും ഫജനിനെ സംബന്ധിച്ച്. ഫജനയല്ല, ഫജൻ. അതിനെ സംബന്ധിച്ച് തർക്കം വരുമ്പോൾ ഇന്നലെ വരെ അവരെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം അവർ സംഘികളാണ്, സംഘപരിവാറിൻ്റെ ആശയങ്ങളും ഹിന്ദുത്വത്തെയും അവർ രഹസ്യമായി ഒളിച്ചു കടത്തുകയാണ്, പൈപ്പിനകത്തൂടെ അവർ കയറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലാണ് അവരെ എതിർത്തത്. എന്നാൽ ഒരു ക്രിസ്തീയ പാട്ട് അവർ പാടിയപ്പോൾ വളരെ കൃത്യമായി അവർ മതേതരരായി. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ക്രിസ്തീയ പാട്ട് വേണമെന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പുറത്തു വന്നു. ഇത് വന്നപ്പോൾ തന്നെ നെയ്യാറ്റിങ്കര ഡയോസിസ് അടക്കമുള്ള അതിരൂപത അടക്കമുള്ള രൂപത അടക്കമുള്ള ആളുകൾ കത്തിറക്കി, ഒരു കാരണവശാലും ക്രിസ്തീയ പള്ളികളിൽ ക്രിസ്തീയ പാട്ടുകളല്ലാതെ മറ്റൊരു പാട്ടും പാടരുത്, ഒരു മതേതരത്വം ഇല്ല എന്ന്. വലിയ തർക്കമാണ് ചാനലുകളിൽ നിന്ന് നടക്കുന്നത്. പക്ഷേ ചാനലുകാർ, തർക്കിക്കുന്നവർ, വഴക്കുണ്ടാക്കുന്നവർ അറിയാതെ പോകുന്ന ചില കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, സംഗീതത്തിൽ ഒരുപാട് ക്ലാസിഫിക്കേഷനുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, കർണാട്ടിക് സംഗീതമുണ്ട്, ഗാനമേളയുണ്ട്, സിനിമാ പാട്ടുണ്ട്, റാപ്പ് സംഗീതമുണ്ട്, അതുപോലെ തന്നെ ഭജനപ്പാട്ടുണ്ട്, ഭജനുകളുണ്ട്, അതുപോലെ തന്നെ ഭക്തി ഗാനമേളയുണ്ട്, സാധാരണ ഗാനമേളയുണ്ട്, ഡപ്പാങ്കൂത്തുണ്ട്, പൂരപ്പാട്ടുണ്ട്, അടിപൊളിപ്പാട്ടുണ്ട്, അടിച്ചുപൊളിപ്പാട്ടുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. നാടകഗാനങ്ങളുണ്ട്. ഇവയെല്ലാം കൂട്ടിക്കുഴയ്ക്കാറില്ല. നന്ദഗോപനും സംഘവും കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഭക്തി എന്ന് പറയുന്ന വിഷയത്തെ ചൂഷണം ചെയ്ത് സമ്പൂർണ്ണമായി ഹിന്ദു ഭക്തിയെ ചൂഷണം ചെയ്താണ് അവർ വളർന്നത്. അവർ മറ്റൊരു പാട്ടും പാടിയിരുന്നില്ല. അതുമാത്രമല്ല, കണ്ണൻ്റെ പാട്ടുകൾ, കൃഷ്ണൻ്റെ പാട്ടുകൾ പാടി അതിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനതയെ കയ്യിലെടുത്തു. 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപയൊക്കെയാണ് നന്ദഗോപരൊക്കെ ഉണ്ടാക്കിയത്. വലിയ പാട്ട് നന്ദഗോപർ പാടാൻ വരുമ്പോൾ നന്ദഗോപനെ കണ്ണനെ കാണുന്നത് പോലെ, കൃഷ്ണനെ കാണുന്നത് പോലെ ആരാധനയോടുകൂടി, ബഹുമാനത്തോടുകൂടി കെട്ടിപ്പിടിക്കുന്നവരുണ്ട്, മുത്തം കൊടുക്കുന്നവരുണ്ട്, കൈതൊട്ട് തൊഴുന്നവരുണ്ട്, കാല് തൊട്ട് തൊഴുന്നവരുണ്ട്. അങ്ങനെ അയാളെ കാണുന്നത് തന്നെ ഒരു ആരാധനയായി, കണ്ണൻ്റെ പ്രതീകമായി കണ്ട് അയാൾ പാടുമ്പോൾ ഭക്തിയുടെ ആനന്ദലഹരിയിൽ ആറാടുമായിരുന്നു നമ്മുടെ ഭക്തജനങ്ങൾ. അവരുടെ മുഖത്തേറ്റ അടിയാണ് നന്ദഗോപൻ ചെയ്തത്. നന്ദഗോപൻ പള്ളിപ്പാട്ട് പാടേണ്ട അല്ലെങ്കിൽ ക്രിസ്തീയ പാട്ട് പാടുന്ന ഗാനമേള നടത്താൻ പാടില്ലായിരുന്നു. ഇത് ഹിന്ദുവിൻ്റെ ഭജനാണ്, ഹിന്ദു സമൂഹത്തിൽ എഴുതിയിട്ടുള്ള പാട്ടിൻ്റെ ഭജനാണ്. ഞാൻ പറയട്ടെ, മാർഗം കളി ഇവിടെ ക്രിസ്ത്യാനികളല്ലാത്ത ആരെങ്കിലും കളിക്കാറുണ്ടോ? മാപ്പിളപ്പാട്ട് മുസ്ലിങ്ങളല്ലാത്ത ആരെങ്കിലും പാടാറുണ്ടോ? ഇതൊരു കാറ്റഗറൈസേഷൻ ഉണ്ട് ഇവിടെ. അതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഭജൻ കേൾക്കാൻ വരുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു ഭജൻ കേൾക്കാൻ വരുന്നവർ അത് കേൾക്കാനാണ് വന്നത്. അവിടെ ക്രിസ്തീയ ഭക്തിഗാനത്തിനോ മുസ്ലിം ഭക്തിഗാനത്തിനോ അയ്യപ്പ ഭക്തിഗാനത്തിന് പോലും അവിടെ പ്രസക്തിയില്ല. സിനിമാ പാട്ടിന് പോലും അവിടെ പ്രസക്തിയില്ല. ഒരു ഭക്തിയുള്ള നാടകഗാനത്തിന് അവിടെ പ്രസക്തിയില്ല. കർണാട്ടിക് സംഗീതത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പ്രസക്തിയില്ല. അവിടെ ആകപ്പാടെ പ്രസക്തിയുള്ളത് ഭജൻ പാടുന്നതിലാണ്. ആ ഭജൻ്റെ എക്സ്പെർട്ടുകൾ എന്നുള്ള നിലയിലാണ് ഇവരെ വിളിക്കുന്നത്. അതും ഹിന്ദു മതത്തിലെ ഭജൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പാടുന്ന, ഭക്തിയുടെ മൂർത്തിഭാവത്തിലേക്ക് പോകാൻ, ജനങ്ങൾക്ക് ഭക്തിയുടെ ആനന്ദ ലഹരിയിലേക്ക് പോകാനാണ് ഇയാളെ വിളിക്കുന്നത്. ചാരായ ഷാപ്പിൽ ബാർ അനുവദിക്കാറില്ല, ബാറിൽ ചാരായ ഷാപ്പ് അനുവദിക്കാറില്ല, ചാരായ അനുവദിക്കാറില്ല, രണ്ടിടത്തും കള്ള് അനുവദിക്കാറില്ല, കള്ള് ഷാപ്പിൽ ഇത് രണ്ടും അനുവദിക്കാറില്ല. എല്ലാറ്റിനും കാറ്റഗറൈസേഷനുണ്ട്, സകല കാര്യത്തിനും കാറ്റഗറൈസേഷനുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ, സംഘികളുടെ വിഭാഗത്തിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു, കൊങ്ങികളും സുഡാപ്പികളും അതുപോലെ തന്നെ മറ്റ് ആളുകളും വന്ന് വേറെ വിഭാഗത്തിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളെല്ലാം കൂടി ഒരു താൽക്കാലികമായ നന്ദഗോപൻ ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം ഉഡായിപ്പാണ്. വേടൻ്റെ പാട്ടുകൾ കേരളത്തിൽ അസ്തമിച്ചതുപോലെ നന്ദഗോപരുടെ ഹൈപ്പിലേക്ക് എത്തി, അവർ ഉയരങ്ങളിലെത്തി, അതുപോലെ താഴേക്ക് പോകും. ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ വിളിച്ച് പാട്ടൊക്കെ കൊടുക്കുമായിരിക്കും, ക്രിസ്തീയ പാട്ടൊക്കെ പാടിയാൽ. പക്ഷേ നന്ദഗോപരെ, നിങ്ങൾ ചെയ്തത് ശുദ്ധമായ അസംബന്ധമാണ്, ശുദ്ധമായ തെമ്മാടിത്തരമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളെ വളർത്തിയത് ഹിന്ദു ഭക്തി പ്രസ്ഥാനത്തിലുള്ള, ഹിന്ദുക്കളുടെ ഭക്തിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട അമ്മമാരാണ്. അവർ മറ്റൊരു പാട്ട് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ക്രിസ്തീയ പാട്ടോ ബൈബിൾ പാട്ടോ അല്ലെങ്കിൽ മുസ്ലിം പാട്ടോ ഒക്കെ അവർ വീട്ടിൽ പോയിരുന്ന് കേട്ടോളും. നിങ്ങളുടെ ഭജൻ കേൾക്കാൻ വരുന്നത് കൃഷ്ണസ്തുതിയും അയ്യപ്പസ്തുതിയും ദേവീസ്തുതിയുടെ ഭജൻ കേൾക്കാനാണ് വരുന്നത്. അതിൻ്റെ ഗാനമേള കേൾക്കാൻ പോലുമല്ല വന്നത്. അങ്ങനെ ഭജൻ കേൾക്കാൻ വന്ന ആളുകളെ ഭജൻ പാടിക്കൊടുക്കുന്നതിന് പകരം നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുത്തു വെച്ച് പാടിയപ്പോൾ നിങ്ങളൊരു സിനിമാ ഗാനമേള ടീമിൻ്റെ അതപ്പതിച്ചു. നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയോ, പേരുണ്ടാക്കാൻ വേണ്ടിയോ, പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഞങ്ങൾ സംഘപരിവാറിൻ്റെ ആളുകളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ
ആരെങ്കിലും ഞങ്ങളെ ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിൽ അതല്ല, ഞങ്ങൾ ആരുടെയും കഴിവിൽ വളർന്നതല്ല, ഞങ്ങളുടെ കഴിവിൽ വളർന്നതാണെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണെന്നേ. അങ്ങനെയൊന്നും ഇവിടെ കലയും സാഹിത്യവും ആരിൽ എത്ര വലിയ കലാകാരനായാലും എത്ര വലിയ സാഹിത്യകാരനായാലും എഴുതിയാൽ വായിക്കാനും കല അഭിനയിച്ചാൽ പാടിയാൽ കേൾക്കാനും ആളില്ലാതെ ഒരു കാരണവശാലും പ്രേക്ഷകരില്ലാതെ നിങ്ങളില്ല. പ്രേക്ഷകരാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളെത്ര കഴിവുള്ളവരായിരുന്നാലും പ്രേക്ഷകരാണ് നിങ്ങളുടെ ശക്തി. ആരുമല്ല നിങ്ങളെ വളർത്തിയത്. നിങ്ങളെ വളർത്തിയത് കുറച്ച് പാവപ്പെട്ട ഹിന്ദു ഭക്തിയിൽ വിശ്വസിക്കുന്ന സാധാരണ അമ്മമാരും സഹോദരിമാരുമാണ് നിങ്ങളെ വളർത്തിയത്. അത് മറന്ന് തലമറന്ന് എണ്ണ തേച്ചതിന് കൃത്യമായി നന്ദഗോപർ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ഇനി അങ്ങനെ ചെയ്യരുത്. കൃത്യമായി അതിനെ ശശികല ടീച്ചർ പറഞ്ഞപ്പോൾ അവരെ വർഗീയ വിഷം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്തത് ശുദ്ധമായ അസംബന്ധമാണ്. കാരണം ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഹിന്ദു ഭജൻ കേൾക്കാനാണ് അവിടെ വന്നിരുന്നത്. ഒരു ക്രിസ്ത്യ പാട്ടും കേൾക്കാനല്ല. അവർക്കത് പാടിക്കൊടുത്തതും ശരിയായില്ല. നിങ്ങൾ ഹിന്ദു ഭജൻ്റെ എക്സ്പേർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഞങ്ങൾ എല്ലാ പാട്ടുപാടും, ഞങ്ങൾ കേവലം ഒരു ഗാനമേള ടീമാണ്. പിന്നെ നിങ്ങൾക്ക് ഡപ്പാങ്കൂത്തും പാടാം, നിങ്ങൾക്ക് റാപ്പ് സംഗീതവും പാടാം, നിങ്ങൾക്ക് ബ്രേക്ക് ഡാൻസും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമാകാം. അമ്പലക്കാർ വിളിക്കുമെങ്കിൽ അമ്പലപ്പറമ്പിലുമാകാം.